എല്ലാവർക്കും നമസ്കാരം. ഖുർആന്റെ ആഴങ്ങളിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് ജൂസ് 29 അല്ലാഹുവിന്റെ പരമാധികാരം, ഈ ജീവിതം എന്ന പരീക്ഷണം, പിന്നെ ആത്യന്തിക വിചാരണയുടെ ആ വലിയ ദിനം. ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ ജ്യൂസിൽ. നമുക്ക് തുടങ്ങാം. നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? എന്തിനാണ് നമ്മളിവിടെ ജീവിക്കുന്നത്? എന്താണ് ഈ ജീവിതത്തിന്റെയൊക്കെ ഒരു യഥാർത്ഥ ലക്ഷ്യം? ജൂസ് 29 ഈ ചോദ്യത്തിന് വളരെ ശക്തമായ ചില ഉത്തരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ആഴത്തിലുള്ള ഒരു ആത്മപരിശോധനയ്ക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഉത്തരങ്ങൾ. ഈ ജ്യൂസിന്റെ കാതലെന്ന് പറയാവുന്ന ഒരു ആശയമാണിത്: അല്ലാഹുവിന്റെ സമ്പൂർണമായ പരമാധികാരം. സൂറത്തുൽ മുൽക്കിൽ തുടങ്ങുന്നതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ വലുതും ചെറുതുമായ ഓരോരോ കാര്യങ്ങളും അവന്റെ മാത്രം നിയന്ത്രണത്തിലാണ്. അപ്പോ എന്താണ് ഈ മുൽക്ക് എന്ന് പറഞ്ഞാൽ? ഇത് വെറുമൊരു അധികാരമല്ല, ഇത് സമ്പൂർണമായ ആധിപത്യമാണ്. ജീവിതം, മരണം, ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും എല്ലാം അവന്റെ കൈകളിലാണ്. ഈ ഒരൊറ്റ ആശയം നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടാൽ നമ്മുടെ ലോകത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറും. സൂറത്തുൽ മുൽക്കിന്റെ ഈ തുടക്കമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അധികാരം ആരുടെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനാണ്. അതായത് നമ്മുടെ ഈ നിലനിൽപ്പ്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് എല്ലാം പൂർണ്ണമായും അല്ലാഹുവിന്റെ ഇച്ഛയ്ക്ക് വിധേയമാണെന്ന് ഈ ആയത്ത് നമ്മളെപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ചരിത്രത്തിൽ തന്നെ വളരെ ശക്തമായ ഒരു ഉദാഹരണമുണ്ട്. അമേരിക്കയിൽ അടിമയാക്കപ്പെട്ട ഒരു ആഫ്രിക്കൻ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ഡയറി തുടങ്ങിയതെങ്ങനെയാണെന്നോ? സൂറത്തുൽ മുൽക്ക് മുഴുവനായി എഴുതിക്കൊണ്ട്. അതിലൂടെ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയായിരുന്നു: ഒരു മനുഷ്യനും വേറൊരു മനുഷ്യന്റെ മുകളിൽ യാതൊരു ആധിപത്യവുമില്ല. യഥാർത്ഥ അധികാരം, യഥാർത്ഥ ആധിപത്യം അല്ലാഹുവിന് മാത്രമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, യഥാർത്ഥ അധികാരിയെ തിരിച്ചറിയുന്നത് എത്ര വലിയൊരു ആത്മീയ വിമോചനമാണ് നൽകുന്നതെന്ന്. ശരി, അപ്പോൾ എല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? അതൊരു പരീക്ഷണമാണ്. നമ്മുടെ നന്ദിയും നമ്മുടെ പ്രവർത്തനങ്ങളുമൊക്കെ പരീക്ഷിക്കാനുള്ളൊരവസരം. ഈ ആശയം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിത്തരാൻ ഖുർആൻ ഹൃദയത്തിൽ തൊടുന്നൊരു കഥ പറയുന്നുണ്ട്. തോട്ടത്തിന്റെ ഉടമകളുടെ കഥയിലെ ഈ ഒരു താരതമ്യം നോക്കൂ. ഒരു വശത്ത് തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ പാവങ്ങളെയും ചേർത്തു പിടിച്ച നന്ദിയുള്ള ഒരു പിതാവ്, മറുവശത്തോ ആ സമ്പത്തെല്ലാം തങ്ങളുടെ കഴിവാണെന്ന് അഹങ്കരിക്കുകയും പാവങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുകയും ചെയ്ത മക്കൾ. നന്ദിയും അഹങ്കാരവും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണിത്. അവരുടെ ആ സ്വാർത്ഥതയുടെ ഫലമെന്തായിരുന്നൂന്നറിയോ? അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് തടഞ്ഞുവെക്കാൻ അവർ ശ്രമിച്ചപ്പോൾ അല്ലാഹു അത് പൂർണ്ണമായിട്ട് അവരിൽ നിന്ന് തിരിച്ചെടുത്തു. ഒറ്റ രാത്രി കൊണ്ട് ആ മനോഹരമായ തോട്ടം കരിഞ്ഞുണങ്ങിപ്പോയി. അവസാനം അവർക്ക് ഖേദമല്ലാതെ മറ്റൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളെടുക്കുന്നത്? താൽക്കാലികമായ സുഖങ്ങളും ശാശ്വതമായ പ്രതിഫലവും. ഇതിനിടയിലുള്ളൊരു തിരഞ്ഞെടുപ്പിലാണ് നമ്മൾ ഓരോ നിമിഷവും. ഒന്ന് പെട്ടെന്ന് കിട്ടും, മറ്റൊന്നിന് ക്ഷമയും കുറച്ച് ദീർഘവീക്ഷണവും വേണം. നമ്മൾ എന്തിനാണ് കൂടുതൽ വില കൽപ്പിക്കുന്നത്? ഖുർആൻ ഇതിനെ അൽ ആജില എന്നാണ് വിളിക്കുന്നത്, അതായത് വേഗത്തിൽ കിട്ടുന്നത്. ഇന്നത്തെ കാലത്തെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന ആശയത്തോട് ഇതിന് എന്തുമാത്രം സാമ്യമുണ്ടെന്ന് നോക്കൂ. ഒരു ബട്ടൺ അമർത്തിയാൽ ഭക്ഷണം, വിനോദം എല്ലാം നമ്മുടെ കയ്യിലെത്തും. എന്നാൽ ഈ വേഗതയിലുള്ള ജീവിതം വരാനിരിക്കുന്ന വലിയൊരു ദിവസത്തെക്കുറിച്ച് നമ്മളെ മറപ്പിച്ചു കളയുന്നുണ്ടോ? ക്ഷമയുടെയും സ്ഥിരോത്സാഹത്തിന്റെയുമൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നൂഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹം എത്ര കാലം തന്റെ ജനതയെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചുവെന്നറിയാമോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. 950 വർഷം. ഒരു മനുഷ്യായുസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും കാലം. എന്നാൽ അതിന്റെ ഭൗതികമായ ഫലമെന്തായിരുന്നു? ഏകദേശം 1000 വർഷത്തോളം രാവും പകലും പ്രബോധനം ചെയ്തിട്ടും അദ്ദേഹത്തെ വിശ്വസിച്ചത് 80-ൽ താഴെ ആളുകൾ മാത്രം. അല്ലാഹുവിന്റെ അടുക്കൽ വിജയമെന്നത് എണ്ണത്തിലോ ഭൗതികമായ നേട്ടങ്ങളിലോ അല്ല, മറിച്ച് നമ്മുടെ പ്രയത്നത്തിലും ആത്മാർത്ഥതയിലുമാണെങ്കിൽ ഇതിനേക്കാൾ നന്നായി എങ്ങനെയാണ് മനസ്സിലാക്കിത്തരുക? ഇനി നമ്മൾ വരുന്നത് ഈ ജ്യൂസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും വൈകാരികമായ ഒരു ഭാഗത്തേക്കാണ്. ഈ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിക്കും കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. നമ്മുടെയൊക്കെ ആത്മീയ റിപ്പോർട്ട് കാർഡ് കയ്യിൽ കിട്ടുന്ന ആ ദിനം. ആ ദിവസം ആകെ രണ്ട് ഫലങ്ങളേയുള്ളൂ. ഒന്നുകിൽ നമ്മുടെ കർമ്മങ്ങളുടെ പുസ്തകം വലത് കൈയിൽ കിട്ടും. അത് കാണുന്ന ആ ഒരു നിമിഷം നമ്മൾ സന്തോഷം കൊണ്ട് മദ്യമറക്കും. അല്ലെങ്കിൽ അത് ഇടതു കൈയിലായിരിക്കും.
നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്ത അപമാനത്തിന്റെയും നിരാശയുടെയും നിമിഷമായിരിക്കും അത്. വലത് കൈയിൽ ഗ്രന്ഥം കിട്ടിയ ആളുടെ ആ സന്തോഷം നിറഞ്ഞ ആർപ്പുവിളി കേൾക്കൂ, ഇതാ എന്റെ പുസ്തകം, ഇതൊന്ന് വായിച്ചു നോക്കൂ. പരീക്ഷയിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി വിജയിച്ച ഒരു കുട്ടി തന്റെ റിപ്പോർട്ട് കാർഡ് അഭിമാനത്തോടെ എല്ലാവരെയും കാണിക്കുന്നതുപോലെ അവർ സന്തോഷം കൊണ്ട് അത് വിളിച്ചു പറയും. ആ ഒരൊറ്റ നിമിഷത്തിനു വേണ്ടിയാണ് നമ്മുടെ ഈ ജീവിതം മുഴുവനും. അപ്പോ എന്താണ് നമ്മുടെ വിജയവും പരാജയവും നിർണയിക്കുന്ന ആ അടിസ്ഥാന ഘടകം? നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു താക്കോലുണ്ട്. അല്ലാഹുവിന്റെ മഹത്വം നമ്മൾ എത്രത്തോളം തിരിച്ചറിയുന്നു എന്നത് തന്നെ. അല്ലാഹുവിന്റെ ഒരു പേരാണ് അൽ അവീം, ഏറ്റവും മഹാനായവൻ. നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ കർമ്മങ്ങളുടെയെല്ലാം അടിത്തറ എന്ന് പറയുന്നത് ഇതാണ്. ഓർക്കുക, നമ്മുടെ ദൈവശാസ്ത്രമാണ് നമ്മുടെ ധാർമ്മികതയെ രൂപപ്പെടുത്തുന്നത്. ഈ താരതമ്യമൊന്ന് ശ്രദ്ധിക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു വിശ്വാസി തന്റെ ചെറിയൊരു തെറ്റിനെപ്പോലും ഒരു വലിയ പർവ്വതം തന്റെ മുകളിലേക്ക് വീഴാൻ വരുന്നത് പോലെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണെന്നോ? കാരണം താൻ ധിക്കരിച്ചത് പ്രപഞ്ചനാഥനായ അൽ അലീമിനെയാണ്. എന്നാൽ അശ്രദ്ധനായ ഒരാൾക്ക് വലിയ പാപങ്ങൾ പോലും ഒരു ഈച്ചയെ ആട്ടിപ്പായ്ക്കുന്നത്ര നിസ്സാരമാണ്. കാരണം അവൻ അല്ലാഹുവിന്റെ മഹത്വം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ നോക്കൂ, വിജയത്തിലേക്കുള്ള വഴി ശരിക്കും എത്ര വ്യക്തമാണെന്ന്. ആദ്യം അല്ലാഹുവിന്റെ മഹത്വം തിരിച്ചറിയുക. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ പാപങ്ങൾ നമുക്ക് വലുതായി തോന്നും. നമ്മൾ ചെയ്യുന്ന നന്മകൾ എത്ര ചെറുതാണെങ്കിലും അത് വിലപ്പെട്ടതുമാകും. ആ ഒരു തിരിച്ചറിവ് അത് നമ്മളെ പാവപ്പെട്ടവന്റെ വിശപ്പ് കാണാനും അവരെ സഹായിക്കാനും പ്രേരിപ്പിക്കും. കണ്ടോ, വിശ്വാസം അങ്ങനെയാണ് പ്രവൃത്തിയായി മാറുന്നത്. നമുക്ക് ഈ ഒരു ചിന്തയോടെ അവസാനിപ്പിക്കാം. ഈ നിമിഷം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം, നിങ്ങളുടെ ഏതു കർമ്മങ്ങളാണ് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്? നിങ്ങളുടെ കർമ്മപുസ്തകത്തിൽ എന്താണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യം നമ്മുടെ കൂടെയുണ്ടാകട്ടെ. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും ഒരു വഴികാട്ടിയായി മാറട്ടെ.